അടുത്ത വിഷുവിന് വീട്ടിലിരുന്ന് അത്യാവശ്യം ക്രിയേറ്റീവായ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരട്ടെ. സ്ലീവ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. സ്ലീവ്സ് ആയാലും അതാണ് ഇവിടെ നടക്കുന്നത്. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ മെഷീനാണ്. ഇത് കണ്ടോ, ഇത് വിഷുവിന്റെ കണിക്കൊന്നയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫില്ലായ കണിക്കൊന്നകൾ ഇവിടെ വാരി വിതറിയിട്ടുണ്ട്. ഈ ഡിസൈൻ ചെയ്യുന്ന എംബ്രോയിഡറി ചെയ്ത ഈ തുണികൾ വേണ്ടേ ഇവിടെ കണ്ടോ, ഇവിടെ ഇതൊരു കുർത്തിയുടെ ഈ ഒരു പോർഷനാണ്. ആ ഒരു പോർഷനിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത ഒരു ഗംഭീര ചിന്തിച്ച് എന്തുവാണോ ഇത്, ഒരു ഗംഭീര ഒരു വിഷു വെയറായി. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, സീസൺ അനുസരിച്ച് എംബ്രോയിഡറി ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഈ വിഷു തീമിലുള്ള വേറൊരു കുർത്തിയാണ്, കംപ്ലീറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത് കണ്ടോ, ഇതിന്റെ ഇവിടെ ഇങ്ങനൊരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ നമുക്ക് പല വെറൈറ്റീസിലുള്ള ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അത്യാവശ്യം വരയ്ക്കാനും അറിയണ്ട, ഈ പറയണ പോലെ ഒന്നും വേണ്ട, ഒരു തരത്തിലുള്ള പ്രത്യേക സ്കില്ലൊന്നും വേണ്ട. പക്ഷേ ഈ മെഷീൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ക്രിയേറ്റീവ് സ്കിൽ അത് മാത്രം മതി. ബാക്കി എല്ലാം മെഷീൻ ചെയ്തോളും. അപ്പൊ അമ്മ വേണ്ട തയ്ക്കാൻ പോവാന്ന് തോന്നുന്നു അല്ലേ? തയ്ക്കുവാണോ? അതെ. എന്ത് ചെയ്യാനാ, എല്ലാം ഇവിടെ ഒരു ഓട്ടോമേറ്റഡ് പ്രവർത്തനങ്ങളായിപ്പോയി. ചിലർക്കൊക്കെ നമുക്ക് ഈ ടെക്നോളജി വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു പേടി, ഒരു മടി കാണും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശരിക്കും അതായിരിക്കും ഈ മെഷീനിൽ നിന്ന് അവരെ, കാരണം മാനുവലി ഉള്ള മെഷീൻ നന്നായിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു പേടി കാണും. പക്ഷെ ഒരു തരത്തിലും പേടിക്കണ്ട. ഈ മെഷീൻ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് കൂടെ കിട്ടുന്ന ഒരാളാണിത്. എൻ്റെ ഒരു ഇൻസ്ട്രക്ടറാണ്. നമുക്ക് 1-2 തവണ വീട്ടിൽ വന്നിട്ട് വളരെ കാര്യമായിട്ട് ഇത് പഠിപ്പിച്ചു തരും. എല്ലാം എങ്ങനെയാണ് ഒരു ഇമേജ് നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കുന്നത് തൊട്ട് അതെങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വരുത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ ത്രെഡിങ് ആയാലും എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംജാത പറഞ്ഞു തരും. സംജാത കേരളത്തിൽ എല്ലായിടത്തും സംജാത പോവാറുണ്ട്. അപ്പം ഇത് സംജാതിന്റെ ഇവിടുത്തെ 2ാമത്തെ വരവാണ്. ഇതിന്റെ ഒപ്പം തന്നെ ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്താണ് നമ്മൾ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാം. ഫോട്ടോഷോപ്പ് കുറച്ച് കോറൽഡ്രോ അതേപോലത്തെ ആപ്സ് ഒക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള ക്രിയേഷൻസ് സ്റ്റിച്ച് ആയിട്ട് എടുക്കാം, വരച്ച് ചെയ്തെടുക്കാം. പക്ഷെ എനിക്ക് ഫോട്ടോഷോപ്പും അറിയത്തില്ല, കോറൽ ഡ്രോയും അറിയത്തില്ല. എന്നിട്ടും നമ്മൾ ഇത് ചെയ്തു. അപ്പം നിങ്ങൾ ആലോചിക്കാം, ഇതൊന്നും ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ അറിയാത്തവർക്കും ചെയ്യാം. കാരണം പഞ്ചിങ് സെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതെ. പഞ്ചിങ് സെന്റേഴ്സ് എന്ന് പറയുക ഈ ഒരു ഇമേജിനെ, ഡിസൈൻസിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് ഈ മെഷീനിൽ കൊടുക്കണമെങ്കിൽ ഏത് ഫോർമാറ്റാ വേണം? ജെഫ് ഫോർമാറ്റ് വേണം. അപ്പൊ അതിലേക്ക് എംബ്രോയിഡറി ഫോർമാറ്റ് നമ്മുടെ മെഷീന്റെ. അപ്പൊ അത് കൺവേർട്ട് ചെയ്യാനും സംജാത് ഹെൽപ്പ് ചെയ്യും. ഈവൻ സംജാത് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ പുള്ളിക്കാരനെ അയച്ചു കൊടുത്താൽ മതി. പുള്ളിക്കാരൻ അത് കൺവേർട്ട് ചെയ്ത് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഒരു തരത്തിലും ഇതിനകത്ത് നമുക്ക് പേടിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ടെക്നോളജിയാണ് കംപ്ലീറ്റ് ആയല്ലേ. അപ്പൊ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. അതായത് 2 കൈയിലേക്കുള്ള ഡിസൈനാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അവിടെ ബാക്കി ബോഡി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ എംബ്രോയിഡറി വർക്ക് എല്ലാം കഴിഞ്ഞു അല്ലേ സംജാത? നമ്മൾ ഇങ്ങനൊരു ഇമേജ് ഇതിൽ കൊടുത്താൽ അതിനകത്ത് 2 കളേഴ്സാണ്, ഏതൊക്കെ കളർ ഉണ്ടെന്നുള്ളതും. ഈ ഒരു എംബ്രോയിഡറി ഫുള്ള് ഇത്രയും ഇത് ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് 30 മിനിറ്റ് വേണമെന്നും ആ ഒരു ഫ്രെയിമിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മെഷീൻ ഡീറ്റെയിൽസ് ഉഷ ജാനോമിയുടെ മെമ്മറി ക്രാഫ്റ്റ് 550E എന്ന് പറയുന്ന മോഡലാണിത്. ഇതിന് തൊട്ട് താഴെ മോഡലും ഉണ്ട്, മുകളിൽ മോഡലും ഉണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു മോഡലാണ്. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള ഉഷയുടെ ഒതൻറ്റിക് ആയിട്ടുള്ള ഷോറൂമിൽ അന്വേഷിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഞങ്ങളുടെ കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടക്കുന്ന മറ്റൊരു ഉഷയുടെ മെഷീനാണത്. ഉഷ ജാനോമി അല്ലൂർ മോഡലാണ്. ഒത്തിരി വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. നമ്മൾ ആദ്യം ഡിസൈൻസ് ഒക്കെ തീരുമാനിക്കുക. നമുക്ക് ഒരു പെൻഡ്രൈവ് വഴി ഈ മെഷീനിലേക്ക് കൊടുക്കാം. ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കണ്ടു 68 മിനിറ്റ്സ് ആണ് വേണ്ടത്. നമ്മൾ കളർ വെച്ചിട്ട് യെല്ലോ കളർ ആദ്യം ഫിനിഷ് ചെയ്യണം എന്ന് കമാൻഡ് കൊടുത്തത് കൊണ്ട് യെല്ലോ ആണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത്. യെല്ലോ ഷെയ്ഡ് കംപ്ലീറ്റ് ചെയ്തപ്പം ഗ്രീൻ ഷെയ്ഡിലേക്ക് വന്നു. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രീൻ ഷെയ്ഡ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും റെഡിലേക്ക് മാറുന്നത്. ഇനി എവിടെയൊക്കെയാണോ റെഡ് ഉള്ളത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതുപോലെ പൊക്കോളും. ഇതാണ് ഇതിൻ്റെ ഒരു തയ്യൽ രീതി, ഒരു സ്റ്റിച്ചിങ് രീതി പോണത്. അങ്ങനെ ഗംഭീരമായിട്ട് ഈ പരിപാടി ഇവിടെ തീർന്നിരിക്കുകയാണ്. നല്ല രസമുണ്ട്, ഭയങ്കര ഫിനിഷിംഗ് ഉണ്ട്.
ഇതിപ്പോൾ അമ്മ സ്ലീവ്സിൽ മാർക്ക് ചെയ്ത് തരാണ് എവിടെയാണ് ഡിസൈൻ വരണം എന്നുള്ളത്. ശരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എംബ്രോയിഡറി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ 2 കൊച്ചു ഫ്ലവേഴ്സ് നമ്മൾ ഈ കയ്യിൽ മൊത്തം ആക്കും അല്ലേ? നമുക്ക് മെഷീനിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളത് കോപ്പി എടുത്ത് വെക്കും. ഇപ്പൊ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് പറ്റും. ഇതിനകത്തും കുറെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതൊന്ന് കാണിച്ചേ. ഓ, ഇത്രയും ഡിസൈൻസ് ഒക്കെ നമ്മുടെ ഈ ഇതിനകത്തുണ്ട് അല്ലേ? ഓക്കെ. ഈ മെഷീൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബോബിൻ കേസ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. കഴുത്ത് വെട്ടുമോ അല്ലയോ? അപ്പം നമ്മൾ ഈ പാറ്റേൺ ഇട്ടിട്ട് ആ അളവിനാണ് നമ്മൾ ഏകദേശം ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ അളവിന് ഇപ്പം ബാക്കി കട്ടിങ്ങും കാര്യങ്ങളും നടക്കുകയാണ്. അപ്പം കയ്യിലേക്കുള്ള എംബ്രോയിഡറി ആണ് നടക്കുന്നത്. ഇവിടെ കണിക്കൊന്നയുടെയൊക്കെ ഒരു ഫിനിഷിങ് ഉണ്ടോ? ഏതാണ്ടൊക്കെ ശരിയായി എന്നാ തോന്നുന്നത്. ഹെമ്മിങ് ചെയ്തില്ല. ഇങ്ങനെയാണ് നമ്മൾ നിർത്തി ഉടുപ്പ് തയ്ക്കുന്നത്. കൈയും കാലും വരുന്നില്ല. കൈ വണ്ണം കുറയാനുണ്ട്. അടിപൊളി. എന്താ തോന്നുന്നു? ഇഷ്ടപ്പെട്ടാ? കൊള്ളല്ലേ? നൈസ്. അടിപൊളിയടാ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അയ്യോ, ബ്ലൗസ് ആയിരുന്നു സൂപ്പർ ആയിരുന്നു എന്നെ ഇത് ബാക്കിലും അല്ലേ? കണ്ടോ എങ്ങനുണ്ട്? ടെക്നീഷ്യൻ പറ എങ്ങനുണ്ട്? അടിപൊളി. എങ്ങനെ നമ്മുടെ ടെക്നീഷ്യനെ നമ്മൾ പാക്ക് ചെയ്യാണ്. കണ്ടോ ഞങ്ങളുടെ മൺട്രോയുടെ ബ്യൂട്ടി കണ്ടോ? അങ്ങനെ ഞാൻ പോയി വന്നപ്പോഴത്തേക്ക് നമ്മുടെ സിമ്മു ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അതിനൊന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു ദുപ്പട്ടയും പിന്നെ ഒരു ഗ്രീൻ കമ്മലും ഒക്കെ ഇട്ടു. എങ്ങനെയുണ്ട്? ശരിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനൊരു ഉടുപ്പ് വിഷുവിന് ലോകത്ത് ഞാൻ മാത്രമേ ഇട്ടിട്ടുണ്ടാവും. ബിക്കോസ് ഇത് നമ്മുടെ യുണീക്ക് ഡിസൈനാണ്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഈ ക്ലോത്തും ഒക്കെ നല്ല രസമുണ്ട്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? കൊള്ളാം. കുറെ നാളായി ഒരു ഉടുപ്പ് വെച്ച് വെച്ചിട്ട്. പണ്ടമ്മ എനിക്ക് എപ്പോഴും ഉടുപ്പ് വെച്ച് തരുമായിരുന്നു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തുണികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ രസമായിട്ടുള്ള ഫ്രോക്കൊക്കെ തച്ച് തരുമായിരുന്നു. ഇപ്പൊ കുറെ നാളായിട്ട് ഒന്നും തച്ചായിരുന്നു, മടിച്ചായിപ്പോയി. എന്തായാലും സമയമില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പണിക്കാരായി പോയത് കൊണ്ട് പണിക്ക് പോയി കഴിഞ്ഞിട്ട് സമയം കിട്ടുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു മെയിൻ സമസ്യ. ഇതിങ്ങനെയാണ് കേട്ടോ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഇവിടെ മാത്രമാണ് ഒരു വർക്ക് ഉള്ളത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ഫുള്ള് കൊടുക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഇതൊരു നൈസാണ്. ആൻഡ് ഇത്രയും പോർഷനിൽ, ഇത് ബാക്ക് പോർഷനിൽ വരുന്ന പോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വെച്ചിട്ടൊരു നല്ല ബ്ലൗസും ആക്കാൻ പറ്റും. ഒരു ബ്ലൗസിന്റെ സ്ലീവ് ആണെങ്കിൽ ഇത് ഇങ്ങനെ ഇരുന്നേനെ രസമായിട്ടല്ലേ. അപ്പം നാളെ നമുക്കിത് പള്ളിയിലിടാം. നാളെ ഓശാനയാണ്, അത് കഴിഞ്ഞാണ് വിഷു. വിഷുവിന് എന്തായാലും ഇതിട്ട് എങ്ങും പോകാൻ പറ്റത്തില്ല. അപ്പം നാളെ പള്ളിയിലിടാം. അപ്പോൾ ശരി, ഹാപ്പി വിഷു. എന്തായാലും ഈ വിഷുവിന് നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വിഷുവിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ, വിഷു വേണ്ടെന്നേ, അടുത്ത ഓണം വേണ്ട, നിങ്ങൾ ഇപ്പോഴേ പരിപാടി തുടങ്ങിക്കോ. അടിപൊളി പ്രൊഡക്റ്റാണ് ഈ മെമ്മറി ക്രാഫ്റ്റ് 500E എന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും എനിക്കുള്ള ഇങ്ങനത്തെ സാധനങ്ങളിലേക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു ഉഷ ജാനോമിയ ടേബിൾ ടോപ്പ് മെഷീൻ. ഇപ്പോൾ അതുപോലെ തന്നെ ഫേവറേറ്റ് ആണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞാൻ ശരിക്കും അതിൻ്റെ ഒരു ബിഗിനർ സ്റ്റേജ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഉള്ള ഒരു ഇതിലാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉടുപ്പ് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ബൈ.